നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി പരിശോധിക്കുന്നു. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ കറ മായ്ക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി. സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടന അട്ടിമറിച്ചെന്നും പരാമർശം. ബിജെപിയുടെ നിയമസംഹിത ഭരണഘടനയല്ല മനുസ്മൃതിയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ 1 മണിക്കൂർ 50 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും നെഹ്റു കുടുംബത്തെ വിമർശിക്കാനാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത്. സ്വന്തം നേട്ടത്തിനായി ഭരണഘടനയെ അട്ടിമറിക്കാൻ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി അത് തുടർന്നു. 1951 में जबकि चुनी हुई सरकार नहीं थी, उन्होंने ऑर्डिनेंस करके संविधान को बदला और किया क्या? अभिव्यक्ति की आजादी पर हमला कर दिया गया. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായം. और कांग्रेस के माथे पर जो पाप है ना, वो कभी भी धुलने वाला नहीं है, कभी भी धुलने वाला. यह सब हिंदुस्तान दुनिया में जब जब लोकतंत्र की चर्चा होगी, कांग्रेस के माथे का ये पाप कभी धुलने वाला नहीं है. ഷാബാനു കേസിൽ രാജീവ് ഗാന്ധിക്കും വിമർശനം. സോണിയാഗാന്ധിക്ക് സൂപ്പർ പ്രധാനമന്ത്രി എന്ന വിശേഷണം. लेकिन इन्होंने तो प्रधानमंत्री के ऊपर एक गैर संवैधानिक और जिसने कोई शपथ भी नहीं लिया था, नेशनल एडवाइजरी काउंसिल पीएमओ के भी ऊपर बैठा दिया. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓർഡിനൻസ് കീറിയെറിഞ്ഞ രാഹുൽ അഹങ്കാരിയെന്ന മോദി. संविधान का अपमान करने वाले अहंकार से भरे लोगों ने पत्रकारों के सामने कैबिनेट के निर्णय को फाड़ दिया. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണ കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചെന്ന പ്രധാനമന്ത്രി. എന്നാൽ NDA സർക്കാർ ഭേദഗതികൾ കൊണ്ടുവന്നത് സ്ത്രീകളെ ശാക്തീകരിക്കാനും പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുമെന്ന് മോദി. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ അഭിമാനം. 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും മോദി. ചർച്ചയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി സവർക്കറും മനുസ്മൃതിയും ഏകലവ്യന്റെ കഥയും ഉയർത്തിക്കാട്ടി ബിജെപിയെ കടന്നാക്രമിച്ചു. Do you stand by your leader's words? Do you support your leader's words? Because when you speak in parliament about protecting the constitution, you are ridiculing Savarkar. You are abusing Savarkar. അദാനി കോഴ, സംബാൽ സംഘർഷം, ഹത്രാസ് കൂട്ടബലാത്സംഗം ഉൾപ്പെടെ രാഹുൽ ആയുധമാക്കി. हम दलितों को, आदिवासियों को, पिछड़ों को, किसानों को, मजदूरों को दिखाना चाहते हैं कि आपने किस किस का अंगूठा काटा है. इसलिए जो मैंने वायदा किया था, इसी हाउस में यहां हम कास्ट सेंसस लागू करेंगे. ബിജെപി എന്തു പറഞ്ഞാലും ജാതി സെൻസസ് നടപ്പാക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഭരണഘടന സംബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച നടക്കും. 24 ഡൽഹി. മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം. പണം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് സാധാരണ നടപടിയാണെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്ത് നൽകിയത്. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്ത് അയക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ കമ്മിറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. വയനാട് ദുരന്ത പാക്കേജ് തരാതെ കേന്ദ്രം പണം ചോദിക്കുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ്. അതേസമയം എയർ മാർഷലിന്റെ കത്ത് സർക്കാരിന്റെ ഔദ്യോഗിക രീതിയിൽ നടക്കുന്ന നടപടിക്രമം മാത്രമാണെന്നും അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ CPIM ശ്രമിക്കുന്നുവെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി
കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചേനെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു. The promise which has been made by Honorable Prime Minister that funds will be no constraint in rehabilitation of those affected in Wayanad. But there are certain government procedures. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികൾ ഉണ്ടാക്കില്ല. SDRF-ൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് കേന്ദ്ര സഹായം ആവശ്യമാണ്. കേരളത്തിനോട് കേന്ദ്രത്തിന് പ്രത്യേക പകപോക്കലാണ്. അപകടന തുടർന്നാലും ഇനിയും കേന്ദ്രത്തോട് സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ രാജ്യമാകെ ഏറ്റവും കടുത്തൊരു ദുരന്തമായിട്ടാണ് അതിനെ കണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലത്. ആ കാര്യത്തിൽ കേന്ദ്രത്തിന് സഹായം ലഭ്യമാവണം. ഇതുപോലൊരു പകപോക്കൽ നയം ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കാൻ പാടുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? കേന്ദ്രമാണെന്ന് വെച്ച് ഇനി നിങ്ങളോട് മിണ്ടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമോ? സാധാരണ നിലക്ക് സംസ്ഥാനം എന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ ഇനിയും സംസാരിക്കേണ്ടി വരും. ഇക്കാര്യത്തിലും സംസാരിക്കും, മറ്റു കാര്യങ്ങളിലും സംസാരിക്കും. കേരളത്തിലെ രക്ഷാദൌത്യങ്ങൾക്ക് 132 കോടി ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി പ്രതികാര നടപടിയല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എല്ലാ വകുപ്പുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം CPIM-ന്റെ ക്യാപ്സ്യൂളാണെന്നും കെ സുരേന്ദ്രൻ. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം അവരവരുടെ വിവിധ വകുപ്പുകൾ ചെലവഴിക്കുമ്പോൾ അതിന് പണം ഈടാക്കും. അത് കേരളത്തോട് മാത്രമുള്ളതല്ല. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത്, വ്യോമസേനയാണെങ്കിൽ വ്യോമസേന പണം ഈടാക്കും. ഇതെല്ലാം നിയമം അറിയുന്ന, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. വയനാടിനോട് അവഗണനയെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് UDF LDF MPമാരുടെ സംയുക്ത പ്രതിഷേധം. ദുരന്ത സമയത്ത് ജനങ്ങളോട് രാഷ്ട്രീയ വിവേചനം കാണിക്കരുതെന്ന് MPമാർ പറഞ്ഞു. വയനാട് ദുരന്ത നിവാരണ പാക്കേജ് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 24 MPമാർ ഒപ്പിട്ട നിവേദനം നൽകി 10 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് കേരള MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. വയനാടിന് നീതി നൽകണം എന്ന ബാനറും മുദ്രാവാക്യങ്ങളുമായി നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും UDF LDF MPമാർ പങ്കെടുത്തു. ദുരന്ത സമയത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. Prime Minister himself has seen. സഹായം വൈകിപ്പിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ തീരുമാനമാണെന്നും MPമാർ ആരോപിച്ചു. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്ന് CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് MPമാരുടെ തീരുമാനം. 24 ഡൽഹി. കോതമംഗലം നേര്യമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പന വീണ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി ആൻമേരിയാണ് മരിച്ചത്. സഹപാഠിയുമായി ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. നീണ്ടപാറ ചെമ്പൻകുഴി ഭാഗത്ത് കാട്ടാന പിഴുതിട്ട പനമരം ഇരുവരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു.
പരിക്കേറ്റ കോതമംഗലം അടിവാട് സ്വദേശിയായ അൽത്താഫ് കോതമംഗലം മാർ ബസേലിയോസ് മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പനയംപാടം ദേശീയപാതയിൽ വാഹനമോടിച്ച ഗതാഗത മന്ത്രിയുടെ പരിശോധന. റോഡിന്റെ അപാകതകൾ ബോധ്യപ്പെടാനാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഔദ്യോഗിക വാഹനം ഓടിച്ചത്. റോഡിൽ അടിയന്തരമായി ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം നടന്നു. പനയംപാടത്ത് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതകളും കൃത്യമായി ബോധ്യപ്പെട്ടു. നാട്ടുകാരുടെ പരാതികളെല്ലാം കേട്ട മന്ത്രി ഈ റോഡിലൂടെ ഔദ്യോഗിക വാഹനം ഓടിച്ചു. പ്രാഥമികമായി ബോധ്യപ്പെട്ട പ്രശ്നങ്ങളും പെട്ടെന്ന് നടപ്പാക്കേണ്ട പരിഹാര മാർഗങ്ങളും മന്ത്രി നിർദ്ദേശിച്ചു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം. സിമന്റ് ഡിവൈഡർ ഉടൻ സ്ഥാപിക്കും. ഇടതുവശത്തെ ഓട്ടോ സ്റ്റാൻഡും വാഹന പാർക്കിംഗും മാറ്റും. അറ്റകുറ്റപ്പണിക്ക് സഹായധനം നൽകിയില്ലെങ്കിൽ സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി പണമെടുക്കുമെന്നും ഗതാഗത മന്ത്രിയുടെ ഉറപ്പ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. പ്രദേശത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആരംഭിച്ചു. പോലീസ് താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു. അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ കോൺഗ്രസ് ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ചു. 24 പാലക്കാട്. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയംപാടം വളവിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ റിപ്പോർട്ടുകൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. IIT നാറ്റ്പാക് റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നടപ്പാക്കിയിട്ടില്ല. റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കരാറുകാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ നിരത്തുകൾ. സംസ്ഥാനത്ത് 4592 ബ്ലാക്ക് സ്പോട്ടുകൾ. ഈ വർഷം ഒക്ടോബർ വരെ കേരളത്തിലെ റോഡ് അപകട മരണത്തിന്റെ കണക്ക് 3168 മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പനയംപാടം റോഡിനെ കുറിച്ച് പഠിച്ച പാലക്കാട് IITയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഓവർടേക്കിനോ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാനോ ഇവിടെ സാധ്യമല്ല. റോഡ് ചെരിഞ്ഞ് ഉയരത്തിലാണ്. തെന്നൽ പ്രതിരോധ ശേഷി കുറവ്. 30 കിലോമീറ്ററാക്കി വേഗപരിധി നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റോഡ് നവീകരണത്തിന്റെ സമയത്ത് തന്നെ ലഭിച്ച ഈ റിപ്പോർട്ടിൽ ഫലപ്രദമായ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. നാറ്റ്പാക് റിപ്പോർട്ടുകളും അവഗണിച്ചു. മഴവെള്ളമൊഴുക്കാൻ ഡ്രെയിനേജ് ഇല്ല. ക്യാമറകൾ സ്ഥാപിച്ചില്ല. കരാറുകാരുടെ മറുപടി കേന്ദ്രം വിശ്വസിച്ചു. മുൻകരുതലായി കൊടുത്ത റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി. കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പനയമ്പാടത്തു മാത്രം അടിയന്തരമായി നടപ്പാക്കേണ്ട 5 ശുപാർശകളും അവഗണിച്ചു. ബലമോ കുറേ കുടുംബങ്ങൾക്ക് തീരാ നോവ് മാത്രം ബാക്കിയായി. വിപിൻ സി വിജയൻ, 24 പാലക്കാട്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് അനുമതി. സ്പിൽവേ, അണക്കെട്ട് എന്നിവിടങ്ങളിൽ സിമന്റ് പെയിന്റിങ്ങിന് ഉൾപ്പെടെ 7 ജോലികൾക്കാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിലെത്തിയ ബുധനാഴ്ച തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിക്ക് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കിയതും. ഉപാധികളോടെയാണ് അനുമതി. സ്പിൽവേ, അണക്കെട്ട് എന്നിവിടങ്ങളിൽ സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്കാണ് അനുമതി നൽകിയത്. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ജോലികൾ നടത്താവൂ. നിർമ്മാണ സാമഗ്രികൾ മുൻകൂർ അനുമതി വാങ്ങി പകൽ സമയങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാവൂ. ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക പരിശോധനകൾ ഉണ്ടാകും. അനുമതി നൽകാത്ത ഒരു നിർമ്മാണവും അനുവദിക്കില്ല. വനനിയമം പാലിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമേ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കൂ എന്നായിരുന്നു കേരളത്തിന്റെ ആദ്യ നിലപാട്. നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ തമിഴ്നാട് വാഹനം കേരളം തടഞ്ഞതും വിവാദമായിരുന്നു. പിന്നാലെ കഴിഞ്ഞ 6-ാം തീയതി തമിഴ്നാട് കേരളത്തിന് അപേക്ഷ നൽകി. ഈ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. 24 തിരുവനന്തപുരം. ശബരിമലയിൽ ദർശനം നടത്തി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. മുൻവർഷത്തെക്കാളും സുഗമമായി ദർശനം നടത്താനായെന്ന് ചാണ്ടി ഉമ്മൻ. സന്നിധാനത്തെ സൗകര്യങ്ങളെക്കുറിച്ച് ഭക്തർ വിലയിരുത്തട്ടെ എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. 2ാമത് പ്രാവശ്യമാണ് മല കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ വിടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിലൂടെ കഠിനമായിരുന്നു. ഒരു
എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എടുത്തു. ഈ പ്രാവശ്യം അത്രയും എടുത്തില്ല. മുനമ്പം ഭൂമി ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി ആരുടേതാണെന്ന് പരിശോധിക്കപ്പെടണം. തീരുമാനമെടുക്കേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു. വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ച വഖഫാവുന്നത്? ഇത് വഖഫ് ഭൂമിയെ അല്ല, അല്ലേ? ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തിരുത്തിയത്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യദ് ജിഫ്രി തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലൂർ സാഹിബും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. തർക്കത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണ്. സംഘപരിവാറിന് വേണ്ടി സർക്കാർ തീരുമാനം വൈകിപ്പിക്കുന്നു. നീട്ടിക്കൊണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന വി ഡി സതീശന്റെ നിലപാടിനെതിരെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ചില ലീഗ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. 24 കോഴിക്കോട്. മുശാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതില്ലെന്ന സമസ്തയുടെ ഔദ്യോഗിക പ്രസ്താവന പരസ്യമായി തള്ളി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. യോഗത്തിന് ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പ് കളവാണെന്ന് മുശാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ നദ്വി തുറന്നടിച്ചു. മുശാവറയിലെ 2 പേർ തന്നെ കാഫിറാക്കിയെന്നും സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ആവശ്യപ്പെട്ട് CAC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരി രംഗത്തെത്തി. സമസ്തയിലെ തമ്മിലടി രൂക്ഷമായി തുടരുകയാണ്. മുശാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി മുക്കമാണെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആവർത്തിച്ചു. മുശാവറ യോഗത്തിന് ശേഷം സമസ്തയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും നിരക്കാത്തതെന്ന് നദ്വി തുറന്നടിച്ചു. മുശാവറയിലെ ചർച്ചകൾ താനാണ് പുറത്തുവിട്ടതെന്ന പ്രചാരണം ശരിയല്ലെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയ്ക്കെതിരെ CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയും ആഞ്ഞടിച്ചു. മുശാവറയിലെ 2 പേർ തന്നെ കാഫറാക്കിയെന്ന ഹക്കീം ഫൈസി അതിർശ്ശേരി. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ പിന്നെ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പൊ അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയും ഈ 2 വ്യക്തികൾ സ്വാധീനിക്കുന്നു. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ഹക്കീം ഫൈസി അതിർശ്ശേരി ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. മലബാർ മേഖലയിലെ വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരെ ആരോപണവുമായി CPIM-ഉം സമസ്ത AP വിഭാഗവും. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണെന്നാണ് ആരോപണം. എന്നാൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മയെന്നാണ് മെക്സവന്റെ പ്രതികരണം. മെക്സവൻ എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വ്യായാമ കൂട്ടായ്മയുടെ പേരിലാണ് വിവാദം. മലബാർ മേഖലയിൽ അതിവേഗം പ്രചരിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരെ CPIM-ഉം സുന്നി AP വിഭാഗവുമാണ് ആരോപണവുമായി എത്തിയത്. മെക്സവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് CPIM ആരോപിക്കുന്നു. മെക്സവൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ടെന്നാണ് ആരോപണം. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് AP സുന്നി വിഭാഗം. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത്. മെക്സവന് പിന്നിൽ ചതിയെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു വ്യായാമം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാം ചൊല്ലി കളയാ, ആകയാൽ സുന്നത്തിയമായത് വിളിക്കുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. ആരോപണങ്ങൾ തള്ളുകയാണ് വ്യായാമ കൂട്ടായ്മ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും കൂട്ടായ്മയിലുണ്ടെന്നാണ് വിശദീകരണം. ഇതിൽ ഒരു SDPI-ന്റെ കടന്നുകയറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റമില്ല. ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് പോണത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. മെക്സവനെതിരെയുള്ള CPIM ആരോപണത്തെ പിന്തുണയ്ക്കുകയാണ് BJP. സർക്കാർ ജാഗ്രത പാലിക്കണം. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDF-ഉം ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്.
ആരോഗ്യ സംരക്ഷണത്തിന് 20 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക് 7. മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് മെക് 7 നേതൃത്വം നൽകുന്നത്. 24 കോഴിക്കോട്. പുഷ്പ 2 റിലീസിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. തെലങ്കാന ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് അതിരാവിലെ ചഞ്ചൽഗുഡ ജയിലിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടൻ പുറത്തിറങ്ങിയത്. നിയമത്തെ മാനിക്കുന്നുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അല്ലു അർജുൻ ജയിൽ മോചിതനായി. അതിരാവിലെ തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും ചഞ്ചൽഗുഡ ജയിലിലെത്തി. ഇന്നലെ വൈകിട്ട് ലഭിച്ച ഹൈക്കോടതി ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഉടൻ തന്നെ സൂപ്രണ്ടിന് കൈമാറി. പിന്നാലെ 6:30 ജയിലിന്റെ പിൻഗേറ്റിലൂടെ അല്ലു അർജുൻ പുറത്തിറങ്ങി. ദൗർഭാഗ്യകരമായ അപകടമാണുണ്ടായതെന്നും നിയമത്തെ മാനിക്കുന്ന ആളാണ് താനെന്നും നടന്റെ ആദ്യ പ്രതികരണം. I respect the law and I will cooperate with him and I'll do the needful and very importantly I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. അതേസമയം ഇന്നലെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്വീകരിക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് നടന്റെ അഭിഭാഷകൻ പറഞ്ഞു. അല്ലു അർജുന്റെ അറസ്റ്റിൽ അതിരൂക്ഷ വിമർശനമാണ് തെലങ്കാന സർക്കാർ നേരിടുന്നത്. BJP, BRS, YSR കോൺഗ്രസ് പാർട്ടികൾ സർക്കാരിനെതിരെ രംഗത്തെത്തി. കേന്ദ്രമന്ത്രിമാരടക്കം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കടന്നാക്രമിക്കുകയാണ്. പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങരുതെന്ന് അല്ലു അർജുൻ ആരാധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. SSLC +1 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചോർച്ചയിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സമ്മതിക്കാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ച തുറന്ന് സമ്മതിച്ചു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. +1, +2 ക്രിസ്മസ് മോഡൽ പരീക്ഷയുള്ള ചോദ്യപേപ്പർ SCERT വർക്ക്ഷോപ്പ് നടത്തിയാണ് നിശ്ചയിക്കുന്നത്. 2 സെറ്റ് ചോദ്യപേപ്പറാണ് തയ്യാറാക്കുക. അതിൽ ഒരു സെറ്റ് തെരഞ്ഞെടുത്ത സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ട്യൂഷൻ സെന്ററുകൾ മുഖേന യൂട്യൂബ് ചാനലുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിയതാകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നുണ്ട്. ഇതിന് കൂട്ടുനിന്ന വകുപ്പിലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. DGPയുടെയും സൈബർ സെല്ലിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ പല നിലയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരും. 24 തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന് നോട്ടീസ്. 24 നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് നോട്ടീസ് ലഭിച്ചത്. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ് പ്രതികരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കുകെട്ടുകളിൽ പണം എത്തിച്ചുവെന്നും പണം എത്തിച്ച ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ. ഇതോടെയാണ് കേസിൽ തുടരന്വേഷണം ആരംഭിച്ചത്. പിന്നാലെ തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം തുടങ്ങി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തിരൂർ സതീശന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. അന്വേഷണത്തിൽ നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്ന് തിരൂർ സതീഷ് പ്രതികരിച്ചു. ഞാൻ കണ്ട കാര്യങ്ങൾ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ആർക്കൊക്കെ ഈ പണമിടപാടായിട്ട് ബന്ധങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 164 സ്റ്റേറ്റ്മെന്റായിട്ട് ഞാൻ കൊടുക്കും. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണം സജീവമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ.
തൃശൂർ പൂരം കലകിയതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി മുൻമന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കുന്ന സംഘമാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പൂരത്തിൽ പോലീസിനുൾപ്പെടെ ഉണ്ടായ വീഴ്ച സുനിൽകുമാർ മൊഴിയായി നൽകി. അതീവ സുരക്ഷാ മേഖലയിൽ സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രയ്ക്കുൾപ്പെടെ പോലീസിന് അനുമതി ലഭിച്ചുവെന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്തതും വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചതും മേളം നിർത്തിവെച്ചതും ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് അന്വേഷിക്കണമെന്നാണ് VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? RSS നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം കലങ്ങിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് പുറത്തുവിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സുരേഷ് ഗോപിയുടെ യാത്ര സംബന്ധിച്ചുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്നും അതിനാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 24 തൃശൂർ. തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് നടത്തിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് തൃശൂർ ഈസ്റ്റ് പോലീസ്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധമായിരുന്നു സ്കേറ്റിംഗ് എന്ന FIR. അപകടകരമായ സ്കേറ്റിംഗിന്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി. ഈ മാസം 10-നായിരുന്നു സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ യുവാവിന്റെ സ്കേറ്റിംഗ്. ബസ്സുകൾക്കിടയിലൂടെയും ഓട്ടോറിക്ഷയിൽ പിടിച്ചുമെല്ലാം മാറി മാറി യുവാവിന്റെ അഭ്യാസ പ്രകടനങ്ങൾ. ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധത്തിലായിരുന്നു സ്കേറ്റിംഗ് എന്നാണ് FIR. വാഹനങ്ങളുടെ ഇടയിലൂടെയും അതിവേഗത്തിലും അലക്ഷ്യമായും റോളർ സ്കേറ്റ് ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്കേറ്റിംഗ് നടന്ന സമയത്തെ നഗരത്തിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. 25 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സ്കേറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 24 തൃശൂർ. മികച്ച മാധ്യമപ്രവർത്തകനുള്ള അഡ്വക്കേറ്റ് പാലക്കൽ K ശങ്കരൻ നായർ പുരസ്കാരം 24 സീനിയർ എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന്. ആലപ്പുഴ ചാരുമൂട് VVHSS സ്കൂളിൽ നടന്ന അഡ്വക്കേറ്റ് പാലക്കൽ K ശങ്കരൻ നായർ 10ാം അനുസ്മരണ സമ്മേളനത്തിൽ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പുരസ്കാരം സമ്മാനിച്ചു. 24 എക്സ്ക്ലൂസീവ്. മാടായി കോളേജ് നിയമന വിവാദങ്ങൾക്കിടെ തൃശൂർ രാമനിലയത്തിൽ MK രാഘവൻ MPയും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. DYFI നേതാവ് ജോലി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. MK രാഘവനുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൃശൂരിലെത്തിയത്. വ്യക്തിപരമായ ആവശ്യത്തിനെന്ന പേരിൽ രാവിലെ മുതൽ MK രാഘവൻ MP തൃശൂർ രാമനിലയത്തിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. 3:30 രമേശ് ചെന്നിത്തല രാമനിലയത്തിൽ. ഇരുവരും രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ജീവനക്കാരും സഹപ്രവർത്തകരും മുറിയിലുണ്ടായിരുന്നതോടെ ബാൽക്കണിയിലാക്കി ചർച്ച. മാടായി കോളേജിൽ നിയമനം നൽകിയ DYFI നേതാവ് MK ധനേഷിൽ നിന്ന് നിർബന്ധിത രാജി വാങ്ങണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. മറുതലയ്ക്കൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ട് ഗ്രൂപ്പുകൾക്കതീതമായി ചേരി രൂപപ്പെടുന്നു. ഇരു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു അരമണിക്കൂറിലധികം നീണ്ട നിർണായകമായ ചർച്ച. മാടായി കോളേജ് നിയമന വിവാദവും പൊതുരാഷ്ട്രീയവും ചർച്ചയായി. കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല സ്ഥിരീകരിച്ചു. MK രാഘവനുമായിട്ട് എന്ത് രഹസ്യ കൂടിക്കാഴ്ച? നമ്മുടെ MP അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. രാഘവനോട് സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് KPCC ഉപസമിതി വെച്ചു. ഉപസമിതി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. MK രാഘവൻ കോൺഗ്രസിന് എന്നും ഒരു അസറ്റ് തന്നെയാണ്. എന്നാൽ വ്യക്തിപരമായ കൂടിക്കാഴ്ച മാത്രമെന്നാണ് MK രാഘവനോട് അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം. 24 തൃശൂർ. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. ചികിത്സിച്ച ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെയും കളമശ്ശേരി സ്വദേശി അനാമികയാണ് പരാതി നൽകിയത്. 34-കാരിയായ അനാമികയ്ക്ക് 61-കാരിയുടെ എക്സ്റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് നൽകിയെന്നാണ് ആക്ഷേപം. കടുത്ത നടുവേദനയെ തുടർന്നാണ് അനാമിക 12-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. എക്സ്റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ പ്രായാധിക്യം മൂലമുള്ള തേയ്മാനമുണ്ടെന്ന് പറഞ്ഞ് 3 ഗുളികകൾ എഴുതി നൽകി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചത്
61-കാരി ലതികയുടെ എക്സ്റേ റിപ്പോർട്ടാണെന്ന് മനസ്സിലായത്. ഒ പിയിൽ ഓർത്തോയിലാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു എക്സ്റേ എടുക്കണം എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് എൻ്റെ പേരെഴുതിയ കവർ അവരെന്നെ വിളിച്ചു തന്നു. ഞാൻ അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസ്കിന് ബൾജ് ഉണ്ട്, അപ്പം 2 വീക്സ് ബെഡ് റെസ്റ്റ് എടുക്കണം. ഞാൻ സാധാരണ ഈ എക്സ്റേ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറില്ല. പക്ഷെ ഇന്നലെ എന്തോ എൻ്റെ ഒരു ഇതിൽ ഞാനതൊന്ന് ചെക്ക് ചെയ്തു. അത് എടുത്ത് നോക്കുമ്പം പേര് കാണിക്കുന്നത് ലതിക എന്നാണ്. ലതിക 61 വയസ്സാണ് കാണിക്കുന്നത്. ഹൈഡോസ് മരുന്നാണ് 34-കാരി അനാമികയ്ക്ക് ഡോക്ടർ നൽകിയത്. മരുന്ന് മാറി നൽകിയതിന് റേഡിയോളജിസ്റ്റിനും ഡോക്ടർക്കുമെതിരെ ആരോഗ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന വിശദീകരണമാണ് റേഡിയോളജിസ്റ്റ് നൽകിയത്. പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചതായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. മെഡിക്കൽ നെഗ്ലിജൻസിന് ഒരബദ്ധം പറ്റിപ്പോയി സർ എന്ന വിശദീകരണത്തിനപ്പുറം ഇവർക്കെതിരെ കൃത്യമായ നടപടികളെടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം. അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.